ടിപ്പു അത്രയ്ക്ക് സേഫ് ആയിട്ടാ ചെമ്പകമംഗലത്തെ കാരണവന്മാര് ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇത് കയ്യിലിരിക്കുന്നവർക്ക് പണം മാത്രമല്ല, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്നാ പറയുന്നത്. ആ വാള മിക്കവാറും കുടിച്ചിട്ട് വാള് പണിയുന്ന എന്റെ കയ്യിൽ വന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഉത്സവത്തിന് കൊടികേറിയിരിക്കുകയാണ്. ഈ ഉത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മരണം വരെ ഈ കൊടി ഇറങ്ങില്ല. കാരണം നമ്മുടെ ഉത്സവം തീർന്നിട്ട് വേണ്ടേ കൊടിയിറങ്ങാൻ? അർമാദിക്ക് അർമാദിക്ക്, ഇത് കട്ടെടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയൂ. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു മൈഥിലി. ഉം. ഇതിനുള്ളൊരു പ്രത്യേക സമ്മാനം നിനക്ക് ഞാൻ തരുന്നുണ്ട്. അത് ഞാൻ പിറകേ തരാം. എന്തായാലും ഇതോടെ ആ ചെമ്പകമംഗലം തറവാട് തകർന്നില്ലേ? അത് തീർന്നു. അഹങ്കാരികളായ ചെമ്പകമംഗലം തറവാട്ടുകാർ ഇനി നാട് നീളെ നടന്ന് തെണ്ടും, അല്ലെങ്കിൽ കക്കും. ഇതെന്റെ ഒരു പ്രതികാരം കൂടിയാ. ആ, നിന്നെ എടുത്തിട്ട് ആ കാർത്തിയും ജഗദീഷും കൂടി ഫുട്ബോൾ കളിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തായാലും ഇതിനൊരു പണി കൊടുക്കണമെന്ന്. അത് ഞാൻ നിലയുറപ്പിക്കും മുമ്പ് അവന്മാരെന്നെ അടിച്ചോണ്ടാ. അതാ പറ്റിയത്. ഇല്ലെങ്കിൽ അവന്മാർ രണ്ടെണ്ണത്തിന് അവിടെ വെച്ച് ഞാൻ തീർത്തേനെ. പിന്നെ എന്നിട്ട് അവന്മാരെ എല്ലൂരി വിട്ടത്. ദേ മൈഥിലി, അസ്ഥിക്ക് പിടിക്കുന്ന വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഇടി നീ ആ തോക്കും താഴെ വെച്ചേ. തോക്കോ? ഇടി ആ കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കിടത്തി ഉറക്കിയിട്ട് വരാൻ. ആ, ഇവള് അങ്ങനെയൊന്നും ഉറങ്ങില്ല വൈശാഖേ. ഉറങ്ങില്ലേ? ഇത് വലിയ ശല്യാവൂലോ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ കിഴങ്ങേശന്റെ കൊച്ചാണെങ്കിലും ഇതിനെ ഞാൻ പ്രസവിച്ചതല്ലേ. ഇത് എന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കട്ടെ. ഈ കൊച്ചു മറ്റൊരു മരണമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെ വേറെന്തെങ്കിലും ചെയ്യണം. ഓ, എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയത്. ഇനി നമ്മൾ അങ്ങോട്ട് രാജാവും റാണിയുമാണ്. ഈ അവസ്ഥയിൽ ഇവിടെ വാളി ഞാൻ എവിടെ ഒളിപ്പിക്കും? ഇതൊന്ന് പുറത്ത് കടത്തണമല്ലോ. എത്രയും പെട്ടെന്ന് ഇത് വിൽക്കണം. എന്നാലേ രാമേട്ടന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണവും രത്നങ്ങളുമായി ഇതില്. ഇത് വാങ്ങാൻ ഒരാള് വേണമല്ലോ. എന്ത് ചെയ്യും? നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് അവിടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ എന്താ അത്ര പൊട്ടിയാണോ? മറ്റാരും കേൾക്കാതെ നിന്നോട് സംസാരിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത് കുഞ്ഞമ്മായി? ഞാൻ നിന്റെ കുഞ്ഞമായൊന്നുമല്ല. നീ എന്റെ അവിഹിത നാത്തൂനാ. അത് ശരി. അപ്പൊ നാത്തോനും തമ്മിലുള്ള ഏർപ്പാടല്ലേ? എന്നാ പറയും, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അവിഹിത നാത്തൂനെ? കാര്യം നിനക്കറിയാലോ. എന്റെയും കൂടെ സഹായത്തോടെയാ നീ ആ ഉടവാൾ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയത്. അപ്പൊ അങ്ങനെ ഒരു അന്തർനാടകം ഇതിനകത്ത് നടന്നു അല്ലേ? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു.
എന്റെ ഭാഗ്യം. അതിന് അതിന് നമ്മൾ തമ്മിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 3 ഷെയർ ചെയ്യണമെന്ന്. അതിലൊരു ഷെയർ എനിക്കൊന്ന്. എന്താ മറന്നുപോയോ? നീ ആ വാളെടുക്കുന്നതില് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേ അതിന് എനിക്ക് അർഹമായിട്ടുള്ള ഷെയർ എനിക്ക് കിട്ടണം. മയക്കത്തിലാണല്ലോ. അതെ ഡോക്ടർ. അമ്മയുടെ ECGയിൽ ഒരു വേരിയേഷൻസും ഇല്ല. ചെയ്ത ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല. താങ്ക് യു ഡോക്ടർ. അമ്മ പെട്ടെന്ന് തലകറങ്ങി വീഴുമായിരുന്നോ? അതെ, അത് പക്ഷേ ടെൻഷനാകുന്ന ഒരു കാര്യം കേട്ടിട്ടാ. അത് തന്നെയാ കാര്യം. ചില മനസ്സുകൾക്ക് പെട്ടെന്ന് പലതും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അമ്മേ, 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 അമ്മേ. ഇപ്പോ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ. അമ്മ ഹാപ്പി അല്ലേ? ഒന്നുമില്ല കേട്ടോ. ഈ ട്രിപ്പ് ഇപ്പൊ തീരും. അപ്പൊ അമ്മയ്ക്ക് പോവാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ. കാർത്തി എവിടെയാ കൈമളേട്ടാ? കാർത്തിബോനെ ഒരു പോലീസുകാരെ വിളിച്ചു. അവൻ അങ്ങോട്ട് പോയി. ഇപ്പൊ തന്നെ വരും.